ഇന്നൊരു SSLC റിസൾട്ട് ഡേ ആണല്ലേ. ഒരു 5-6 വർഷം മുന്നേ ഇതുപോലെ ദിവസം എൻ്റെ മുന്നിലുണ്ടായിരുന്നു. ഒത്തിരി ടെൻഷനൊക്കെ അടിച്ച് റിസൾട്ട് നോക്കുന്ന ഒരു ദിവസം. ശരിക്കും നമ്മൾ റിസൾട്ട് നോക്കണതിന് മുന്നേ നാട്ടുകാരുടെയും കുടുംബക്കാരുടെ ഒക്കെ വിളി വരുന്ന ഒരു ദിവസമാണെന്ന്. അത് നമ്മൾ അന്വേഷിക്കാത്ത കുറേ ആൾക്കാരെ വിളി അന്ന് നമുക്ക് വരും. ശരിക്കും ഈ റിസൾട്ട് നോക്കി പേടിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അതായത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് അടുത്ത, അതായത് സ്കൂൾ അഡ്മിഷന് വേണ്ടി മാത്രമേ ഉപകരിക്കുള്ളൂ. പിന്നെന്താ ഉപകാരമുള്ളതെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. പിന്നെ നമ്മൾ ആ മാർക്ക് എവിടെയും ചോദിക്കാനൊന്നും പോണില്ല. ഫുൾ A+ കിട്ടിയതിൽ സന്തോഷമുള്ളവരും ഉണ്ടാവും, എന്നാൽ ഒരു A+ പോയതിൽ വിഷമിക്കുന്നവരുണ്ടാവും, A+ കുറഞ്ഞതിൽ വിഷമിക്കുന്നവരുണ്ടാവും. എല്ലാവരും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്താണോ കിട്ടിയത് അത് നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കിട്ടിയതാണ്, അതിൽ സന്തോഷിക്കുക. നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും പലതും പറയും, അതൊന്നും മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ വേറെയുള്ള കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുന്ന കുറച്ച് വീട്ടുകാരുണ്ടാവും. അവരോട് കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മക്കൾ കഷ്ടപ്പെട്ട് പഠിച്ചത് അവരെ കൊണ്ട് കഴിയുന്ന രീതിക്ക് അവർ പഠിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അവരെ കൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എല്ലാവർക്കും ഒരേപോലെ പഠിക്കാൻ പറ്റണമെന്നില്ലല്ലോ. ഓരോരുത്തർക്ക് ഓരോ കഴിവല്ലേ. അവർ ഫുൾ A+ കിട്ടി, നിനക്ക് എന്താ 9A+ കിട്ടിയത്, എൻ്റെ ഒരു A+ അവിടെ പോയി, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരൊക്കെ കാണാം. അവർക്ക് പറ്റുന്ന പോലെ പഠിച്ച് അവർക്ക് പറ്റുന്ന രീതിക്കുള്ള മാർക്കാർ മേടിച്ചു, അതിലാ പ്രശംസിക്കുക, സന്തോഷിക്കുക. അപ്പോൾ പാസ്സായ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. പാസ്സാവാൻ പറ്റാതെ പോയ കുറച്ച് പേരുണ്ടാവും, അവർക്ക് ഇതൊന്നും ഒന്നിരി അവസാനമല്ല, നിങ്ങൾക്ക് വീണ്ടും എഴുതിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ആരും വിഷമിക്കാതിരിക്കുക, മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക, പഠിച്ച് എന്തായാലും നേടാൻ കഴിയും.